മീൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ സോയാബീൻ്റെ ഇന്ന് റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി സാധനങ്ങൾ ഞാൻ എന്തൊക്കെ എടുത്തിട്ടുണ്ടെന്ന് കാണിക്കാം. ഒരു 300 ഗ്രാം സോയാബീൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ തിളപ്പിച്ച് അതിനെ എടുത്ത് മാറ്റി വെച്ചതാണ് ഒരു പ്ലേറ്റിൽ ഇട്ടിട്ടുള്ളത്. അതിനുവേണ്ടി ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞതാണ് കേട്ടോ, പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ഉണക്കമുളക്, ഉപ്പ്, ഒരല്പം ഉലുവ, പിന്നെ ഞാൻ തന്നെ തയ്യാറാക്കിയ ഒരു ഗരം മസാലയാണ്. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയത്. അതിൻ്റെ ഗൂട്ടൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്രത്യേകിച്ച്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവരും വരും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അല്പം എണ്ണ ഒഴിച്ച ശേഷം 2-3 സ്പൂൺ എണ്ണ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അല്പം ഉലുവ ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവരും വിചാരിക്കും ഇതെന്താ ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഉണ്ട്, ഇതിങ്ങനെ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഒരു ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, അത് അതിലേക്ക് ഇടാം. അതിട്ട ശേഷം നമുക്ക് ഉള്ളി ഇടാം. ഇത് തക്കാളി കൊണ്ടുണ്ട്, അത് എടുക്കാം. തക്കാളി കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായി വാട്ടാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച സോയാബീനിൽ ഉപ്പിട്ട് വേവിച്ചതാണ്. അതിൽ മഞ്ഞപ്പൊടിയും ഒരല്പം മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചതാണ്. എന്നിട്ട് അതിൻ്റെ വെള്ളം നന്നായി പീഞ്ഞെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളി വാടാനായിട്ട് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ മസാലയ്ക്ക് വേണ്ടി മാത്രമാണ് സോയാബീൻ ഉപ്പിട്ട് വെച്ച് വേവിച്ചതാണ്. വേവെന്ന് പറയുമ്പോൾ ചെറിയൊരു തള മാത്രം മതി, പെട്ടെന്ന് വേവുന്ന ഒരു സാധനമാണ് സോയാബീൻ. അറിയാത്തവരോടാണ് പറയുന്നത്, അറിയുന്നവർക്ക് എല്ലാവരും. ചിലരൊക്കെ കുക്കറിൽ ഒറ്റ വിസിലിൽ വെക്കുന്ന സാധനമാണ് സോയാബീൻ. ഏകദേശം ചെറിയൊരു വാട്ടം വരുമ്പോൾ നമുക്ക് ആ ഇഞ്ചി പേസ്റ്റും അതുപോലെ വെളുത്തുള്ളി അരിഞ്ഞിട്ടുള്ളത് അത് നമുക്ക് ഇട്ട് ഒന്ന് അതിൻ്റെ കൂടെ ഒരല്പം കറിവേപ്പിലയും അതിലിട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നല്ല ഫ്ലേവർ, നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, 3 അരിഞ്ഞ് നീളത്തിലരിഞ്ഞ് കഷ്ണാക്കി വെച്ചതാണ്. അതെടുത്തിട്ട് നന്നായി ഇളക്കാം. നന്നായി ഇളക്കി കൊടുത്ത് ഈ ഉള്ളിയൊക്കെ നല്ല ചുവപ്പ് കളറാവുന്നവരെ, ബ്രൗൺ കളറാവുന്നവരെ നന്നായി ആക്കാം. നമ്മൾ നിർത്താതെയാണ് ഈ പറയുന്നത്, അതുകൊണ്ട് ചെറിയ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾക്ക് പിന്നെ അങ്ങനെ എഡിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ട് നിർത്താതെയാണ് പറയുന്നുള്ളത്. ഇപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നേരത്തെ എടുത്തു വെച്ച മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാനുണ്ടാക്കിയ ഗരം മസാലയും ഒക്കെ ഒന്നിച്ചിടാൻ പോവാണ്. നന്നായി ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാതെ നോക്കണം. അടിക്ക് പിടിക്കാതെ
ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല, അങ്ങനെ തന്നെ റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടി. വെള്ളം വരും. എന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെള്ളത്തോടെ മസാല ഇളകിപ്പോരും ചട്ടിയിൽ നിന്ന്. നന്നായി റോസ്റ്റ് ചെയ്യാം. മണം പോവോളം നന്നായി ഇളക്കി കൊടുക്കുക. ഏകദേശം നല്ല ബീഫ് ഫ്രൈൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ സൗദിയിലുണ്ടാവുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇതിനെ കുറിച്ച് പറഞ്ഞു തരികയും അവൻ കാണിച്ചു തരികയും അവൻ്റെ കൂടെ കഴിച്ചപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടപ്പെടുകയും അങ്ങനെ ഞാൻ തന്നെ ട്രൈ ആക്കിയപ്പോൾ അതേ ടേസ്റ്റ് എനിക്ക് കിട്ടുകയും ചെയ്തു. നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് തക്കാളി തന്നെ ഞാൻ അല്പം പോലും വെള്ളം ചേർത്തില്ല. തക്കാളി തന്നെ വന്നതാണ് ഈ വെള്ളമൊക്കെ. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ മാത്രമേ ഇത്രയും വെള്ളം വരുള്ളൂ. പച്ചത്തക്കാളി ആണെങ്കിൽ ഇത്ര വെള്ളം കിട്ടില്ല, കുറച്ച് വെള്ളം നമ്മൾ ചേർക്കേണ്ടി വരും. ഇനി നമുക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന സോയാബീൻ ഞാൻ ഇടാൻ പോവുകയാണ്. അതിനെ ഞാൻ നന്നായി പിഴിഞ്ഞെടുത്ത് കഷ്ണമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, അതിനിടാൻ പോവാണ്. സോയാബീൻ ഞാൻ എടുത്തു. സോയാബീൻ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ബീഫ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നന്നായി ഇഷ്ടപ്പെടും. അതേ ടേസ്റ്റ് അതേ ഫീൽ ഉണ്ടാവും. പക്ഷെ ബീഫായിരിക്കില്ല, ഇത് വെജിറ്റേറിയനാണ്. ബീഫ് കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇതുണ്ടാക്കി കഴിച്ചാൽ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അത്രയും ടേസ്റ്റുള്ള സാധനമാണ്. ഞാൻ പറഞ്ഞില്ലേ, സൗദി അറേബ്യയിൽ എൻ്റെ ഒരു ഫ്രണ്ട് കാണിച്ചു തന്നതാണ്. നന്നായി ഇളക്കണം, അപ്പോഴേ ഇതിൽ ചേരുള്ളൂ. നന്നായി ഇളക്കിയ ശേഷം ഇതിൻ്റെ മസാലയും ഉപ്പും അതിൻ്റെ എല്ലാം ഈ ചപ്പിൻ്റെ ഇലേൻ്റെ മണമൊക്കെ ഇതിൽ പിടിക്കും. അവിടെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. നമ്മൾ ഡയറക്റ്റ് പറയുന്നതുകൊണ്ട് ചില തെറ്റുകളൊക്കെ വരാം, എല്ലാവരും ക്ഷമിക്കണം എന്ന് വെച്ചിട്ട് ഇവൻ്റെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ആരും ലൈക്ക് അടിക്കാതെയും ഷെയർ ചെയ്യാതെയും പോകരുത്. ഇനി ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. മല്ലിച്ചപ്പ് കുറച്ച് കൂടിയാലാണ് ഞാൻ പറഞ്ഞ ടേസ്റ്റ് കൂടി കിട്ടുള്ളൂ. നല്ല ഇളത്ത ഇല ആവുമ്പോഴാണ് നല്ല ഫ്ലേവർ ഉണ്ടാവുക. മല്ലിച്ചപ്പ് ഇട്ടാൽ മതി. ഇളക്കുക. പിന്നെ അല്പം ഒന്നും കൂടി മണത്തിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്നും ഇടാനില്ല, നന്നായി ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പം അടുത്തുള്ള ആൾ പറയും ഇപ്പം തന്നെ കഴിക്കാൻ ബോധ്യമാവുന്നുണ്ട്, കുറച്ച് പ്ലേറ്റ് കൊണ്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഇത് കണ്ടിട്ട്. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. എല്ലാവരും ട്രൈ ആക്കണം. സോയാബീൻ എല്ലാ കടയിലും കിട്ടുന്നതാണ്. നന്നായി ഇളക്കി കൊടുക്കണം. ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഞാൻ വെള്ളം ചേർത്തിട്ടില്ലല്ലോ. പിന്നെ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്നത് നമ്മൾ ഏകദേശം വെന്ത ഐറ്റംസാണ്. ഇനിയിപ്പം മസാല പിടിക്കാൻ മാത്രമാണ് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ തന്നെ നല്ല മണമാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിരുന്നു. ഇപ്പോൾ നന്നായി മസാലയൊക്കെ പിടിച്ച് നന്നായി റോസ്റ്റായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സോയാബീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഞാൻ
ഞാൻ ചപ്പാത്തിയും ബീഫും കഴിക്കാൻ അയ്യോ സോറി, ടേസ്റ്റിനകത്ത് ഞാൻ ബീഫ് എന്ന് പറഞ്ഞു. സോയാബീൻ റോസ്റ്റും ചപ്പാത്തിയുമാണ് ഞാൻ കഴിക്കുന്നുള്ളത്. ടേസ്റ്റിനകത്ത് ഞാൻ ബീഫ് എന്ന് അറിയാതെ ഉണ്ടാക്കിയത് ഞാൻ തന്നെ. എനിക്ക് ടേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ എന്താണ് ഞാൻ കഴിക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അത്രയും ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.